ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം, അതേപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു കടായിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അതിലേക്ക് ഒരു അര സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മുഴുവനായിട്ടുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറുജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കടുകും ചെറുജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിനി ഇതിലേക്ക് ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 3 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലിയ സവോളയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 സവോള ഉപയോഗിച്ചാൽ മതി. സവോളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം ഗരം മസാല, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടികളിലെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിക്കൊക്കെ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി പൊടികളെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വെള്ളം പാടില്ല. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ നടുവിൽ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റോളം ഒന്ന് മൂടി വെക്കാം. നമ്മളൊരു 3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട വരട്ടാണിത്.
അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിനി ഒരു പകുതിയോളം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട വരട്ടിന് ഒരു പുളിയുള്ളത് നല്ല ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പം കുട്ടികൾക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ ബാച്ചിലേഴ്സിനും രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു മുട്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്